പേവിഷബാധ മരണങ്ങൾ തടയാൻ ഏറ്റവും ഫലപ്രദമായിട്ടുള്ള മാർഗം, ഒരു ചെലവുമില്ലാത്ത മാർഗം, ആർക്ക് വേണമെങ്കിലും ചെയ്യാവുന്ന മാർഗം, 15 നിമിഷമെങ്കിലും നന്നായി ഒഴുകുന്ന വെള്ളത്തിൽ സോപ്പ് ഉപയോഗിച്ച് കഴുകുക. ഇക്കാര്യം കേരളത്തിലെ 3.5 കോടി ജനങ്ങൾക്കും അറിയാം. പക്ഷെ പലപ്പോഴും അത് പാലിക്കപ്പെടുന്നില്ല. അത് പാലിക്കുന്നതിന് വേണ്ടി ഒരു കാര്യം, ഇത് വെറുതെ അങ്ങ് കഴുകിക്കളയാൻ വേണ്ടി മാത്രമല്ല, ഇതിൻ്റെ ഇടയിൽ ഒരു ശാസ്ത്ര തത്വമുണ്ട്. നമ്മൾ കോവിഡിൻ്റെ കാലത്ത് നമ്മൾ കൈ വാഷ് ചെയ്യുമ്പോൾ ഏതാനും സെക്കൻഡുകൾ സോപ്പും അല്ലെങ്കിൽ സാനിറ്റൈസറും ഉപയോഗിച്ച് കഴുകിയിരുന്നു. അതേ കാര്യം ഈ വൈറസിൻ്റെ പുറത്തൊരു ലൈപ്പിഡ് കോട്ടിംഗ് ഉണ്ട്. ഈ സോപ്പ് ഉപയോഗിക്കുമ്പോൾ ലൈപ്പിഡ് കോട്ടിംഗ് അലിഞ്ഞു പോകും. അതോടുകൂടി വൈറസ് മരിച്ചു പോവുകയാണ്. അപ്പോൾ ശരിയായ രീതിയിൽ സോപ്പ് ഉപയോഗിച്ച് ഉള്ളിലേക്ക് കടന്ന് ചെന്ന് ഈ വൈറസുകളെ 80% കൂടുതലും കൊന്നുകളയാൻ മാത്രം ഫലപ്രദമാണ് ഈ കഴുകൽ, സോപ്പിട്ടുകൊണ്ടുള്ള കഴുകൽ. അത് മനസ്സിലാക്കുക. അപ്പം മറ്റൊരാളുടെ സഹായം കൊണ്ടാണിത് ചെയ്യുന്നത്. കുഞ്ഞുങ്ങളുടെ ഒക്കെ കാര്യം കഴുകി കൊടുക്കുമ്പോൾ അവനവന് ഈ ഇൻഫെക്ഷൻ വരാൻ സാധ്യതയുണ്ടെന്നുള്ള കാര്യം എല്ലാവരും ഓർക്കണം. പലപ്പോഴും നമ്മുടെ വികാരം വിവേകത്തെ അതിജീവിച്ച് മേലേക്ക് വരും. കുട്ടിയെ ഒന്നും പറയാതെ കരഞ്ഞുകൊണ്ട് എടുത്ത് ആശുപത്രിയിലേക്ക് ഓടുകയാണ്. ഇതെല്ലാം മറന്നു പോവും ആ നിമിഷത്തിൽ. ചിലപ്പം ആലോചിക്കും, ബ്ലഡ് വന്നിങ്ങ് ചാമ്പുകയാണ്, എങ്ങനെയാണ് ഇതൊക്കെ ചെയ്യുക? ഇറച്ചി കടിച്ച് തൂങ്ങിയിരിക്കുകയാണ്, എങ്ങനെയാണ് ഇതൊക്കെ ഓർത്ത് ചെയ്യുക? പക്ഷേ അവിടെയൊക്കെ ഈ ഇറച്ചി തൂങ്ങിയാലും ബ്ലീഡിങ് ഉണ്ടായാലും ഒക്കെയും ഇതാദ്യം ചെയ്യുക തന്നെ വേണം. ബ്ലഡ് പമ്പ് ചെയ്യുമ്പം ചിലപ്പം അത് അമർത്തി ബ്ലഡ് നിർത്തേണ്ടി വരും. അല്ലാത്ത എല്ലാ അവസ്ഥകളിലും ഈ ഒരു കാര്യങ്ങൾക്കായിരിക്കണം നമ്മൾ മുൻഗണന കൊടുക്കേണ്ടത്. ഇതിൻ്റെ അത്രയും ഫലപ്രദമാണ്. ഇപ്പോൾ ഡോക്ടറെ കാണാൻ ഇത്തിരി വൈകിപ്പോയി, അല്ലെങ്കിൽ ഡോക്ടർ വാക്സിന് വെക്കാൻ വൈകിപ്പോയി എന്നുള്ളിടത്ത് പോലും നമ്മൾക്ക് ഭീതിയുടെ ആവശ്യമില്ല. നന്നായി ചെയ്താൽ 80% നമുക്ക് ഇതിൽ നിന്ന് രക്ഷ നേടാനാവും. കേരളത്തിലെ 3.5 കോടി ജനങ്ങളും ഈ അറിവ് അറിഞ്ഞാൽ മാത്രം പോരാ, ഇത് പാലിക്കുക തന്നെ വേണം. താങ്ക് യു.